ഹലോ ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുന്നത് എങ്ങനെയൊരു പൈതൺ ഡെവലപ്പർ ആകാം എന്നതിനെക്കുറിച്ചാണ്. ഒരു പൈതൺ ഡെവലപ്പർ ആരാണ്, എങ്ങനെ ഒരു പൈതൺ ഡെവലപ്പർ ആകാം, അതിനെന്താണ് പഠിക്കേണ്ടത് തുടങ്ങി പൈതൺ ഡെവലപ്പർ എന്ന ജോലിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് നാം ഈ വീഡിയോയിൽ നോക്കുന്നത്. വർഷങ്ങളായിട്ടുള്ള ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ പൈതൺ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇനി വരും വർഷങ്ങളിൽ ഇത് ഇരട്ടി വേഗത്തിൽ വളരുമെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇതെല്ലാം പൈതൺ ഡെവലപ്പർ എന്ന ജോലിയുടെ മികച്ച വളർച്ചയെ സൂചിപ്പിക്കുന്നു. ഇനി എന്താണ് ഈ ജോലി എന്ന് നോക്കാം. അഥവാ ഒരു പൈതൺ ഡെവലപ്പർ ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യേണ്ടി വരുന്നതെന്നാണ് നോക്കുവാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, പൈതൺ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ആയതിനാൽ തന്നെ ഒരു പൈതൺ ഡെവലപ്പറായി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ പുതിയ കോഡുകൾ എഴുതുക, കമ്പനികളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രോജക്റ്റുകൾ നിർമ്മിക്കുന്നതിനായി പ്രവർത്തിക്കുക, ഇതിനുവേണ്ടി കോഡുകൾ എഴുതുക, ഡീബഗിംഗ് നടത്തുക, ടീം വർക്കുകൾ, മീറ്റിങ്ങുകൾ തുടങ്ങിയവയിൽ പങ്കെടുക്കേണ്ടതായി വരുന്നു, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ രൂപകൽപ്പന നടത്തുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നിർവഹിക്കേണ്ടതായി വരുന്നു. മികച്ച സാലറി തന്നെയാണ് ഈ ജോലിക്ക് പ്രതിഫലമായി ലഭിക്കുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൽ ചില സ്ഥലങ്ങളും കമ്പനികളും മറ്റ് ഘടകങ്ങളും ഒക്കെ തന്നെ ആശ്രയിച്ചാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്നത് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം പൈതൺ ഡെവലപ്പർ സാലറി വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഒരു പൈതൺ ഡെവലപ്പർ ആകുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒരു പൈതൺ ഡെവലപ്പർ ആകുന്നതിന് വിദ്യാഭ്യാസത്തെക്കാൾ ഉപരിയായി നിങ്ങൾക്ക് കുറേ സ്കിൽസാണ് വേണ്ടത്. ആദ്യം നമ്മൾ ആ സ്കിൽസിനെ കുറിച്ച് നോക്കുന്നു. ശേഷം ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതകളാണ് ഒരു പൈതൺ ഡെവലപ്പർ ആകുന്നതിന് നല്ലത് എന്ന് നോക്കുന്നുണ്ട്. ഇവിടെ 10 കഴിഞ്ഞ് ഒരു പൈതൺ ഡെവലപ്പർ ആകുന്നതിന് എന്താണ് പഠിക്കേണ്ടതെന്നും +2 കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ എന്താണ് പഠിക്കേണ്ടതെന്നും തുടങ്ങി ഡിഗ്രി കഴിഞ്ഞ് ഈ മേഖലയിലേക്ക് എങ്ങനെ വരാം എന്നെല്ലാം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഈ ജോലിക്ക് വേണ്ടി വരുന്ന ചില പ്രധാനപ്പെട്ട സ്കിൽസാണ്. ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാതെ ഒരു പൈതൺ ഡെവലപ്പർ ആകുവാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യതകൾ അഥവാ എന്താണ് പഠിക്കേണ്ടത് എന്നതറിയാൻ വീഡിയോയുടെ അവസാന ഭാഗവും കണ്ടു നോക്കാവുന്നതാണ്. ഒരു പൈതൺ ഡെവലപ്പർ ആകുന്നതിന് മുമ്പ് 3 കാര്യങ്ങളിൽ നിങ്ങൾ തയ്യാറെടുക്കണം. 1 ഇൻസ്റ്റാളേഷൻ, 2 വിർച്വൽ എൻവയോൺമെൻറ്റ്, 3 കോഡ് എഡിറ്റർ. ഇവയെന്താണെന്ന് വിശദമായി നോക്കാം. ഏതൊരു സിസ്റ്റം ആണെങ്കിലും അതിൽ പൈതൺ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾ പഠിച്ചെടുക്കണം. അത് എളുപ്പത്തിൽ വിൻഡോസ്, ലിനക്സ്, മാക് OS, റെഡ് ഹാറ്റ്, ഉബുണ്ടു തുടങ്ങിയ A to Z ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും പൈതൺ ഇൻസ്റ്റാളേഷൻ ഒരു പൈതൺ ഡെവലപ്പർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. python.org എന്ന വെബ്സൈറ്റിൽ ചെന്നാൽ നിങ്ങൾക്ക് ലിങ്ക്സ്, പാക്കേജസ് തുടങ്ങിയവയൊക്കെ ലഭിക്കും. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പം ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പിന്നെ അടുത്ത പോയിന്റ് വിർച്വൽ എൻവയോൺമെൻ്റ് ആണ്. പൈതൺ ഡെവലപ്പർ എന്ന നിലയിൽ വിർച്വൽ എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം. വിർച്വൽ എൻവയോൺമെൻറ്റ് ഒരു ഡെവലപ്പർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ജോലിയുടെ ഭാഗമായി ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിലൊക്കെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ഓരോ പ്രോജക്റ്റിനും ഓരോ വിർച്വൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉപയോഗിക്കാം. അതിനുള്ള ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ നിങ്ങളൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണ്, അത് വെബ് ഡെവലപ്മെൻറ്റിൻ്റെമായി ബന്ധപ്പെട്ട ഒരു ലൈബ്രറി വേണമെങ്കിൽ ഇതിൽ വിർച്വൽ ലൈബ്രറിയിൽ അതുണ്ടാക്കാം. ഇനി വേറൊരു പ്രോജക്റ്റ് മെഷീൻ ലേണിങ്ങുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനുവേണ്ടി വേറൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഒരു ഡെവലപ്പർ എന്ന നിലയ്ക്ക് വെർച്വൽ എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള നോളജും നിങ്ങൾക്ക് അനിവാര്യമായ ഒന്ന് തന്നെയാണ്. ഒരു പൈതൺ ഡെവലപ്പർ ആകണമെങ്കിൽ കോഡ് എഡിറ്റർ യൂസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു ഡെവലപ്പർക്ക് കോഡ് എഴുതേണ്ടതായി വരും, അത് തീർച്ചയാണ്. ചിലർ ബുക്കിലും നോട്ട് പാഡിലുമൊക്കെ തന്നെ കോഡ് എഴുതാറുണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കുക, ഒരു പ്രൊഫഷണലായിട്ടുള്ള ഡെവലപ്പർ ഇത് ഒരിക്കലും ചെയ്യാറില്ല. അവർ ഉപയോഗിക്കുന്നത് തന്നെ നല്ലൊരു കോഡ് എഡിറ്റർ അല്ലെങ്കിൽ IDE ഉപയോഗിക്കും. ഈ കോഡ് എഴുതാൻ ഇതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഈ സൂചിപ്പിച്ച 3 കാര്യങ്ങളും ഓൺലൈനിൽ പഠിപ്പിക്കുന്ന
നിരവധി കോഴ്സുകൾ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് തിരഞ്ഞ് കണ്ടെത്താവുന്നതാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവയൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാര്യം, അത് ഉൾപ്പെടുത്തി കഴിയുമ്പോൾ പെയ്ഡ് പ്രൊമോഷൻ എന്ന കാറ്റഗറിയിലോട്ടാകും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. അതിൽ തന്നെ മികച്ചത് ഏതെന്ന് കണ്ടെത്തി നിങ്ങൾക്ക് അവിടെ പോയി ഇത് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ തിരഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. പൈതണിൻ്റെ ബേസിക് പഠിക്കുക എന്നതാണ് ഒരു പൈതൺ ഡെവലപ്പർ ആകുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ഇവിടെ നിങ്ങൾക്ക് ബേസിക് സിൻടാക്സ് ഓഫ് പൈതൺ, ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ്, എക്സ്പാൻഷൻസ്, ഫങ്ഷൻ, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്, പൈതണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലിസ്റ്റ്, ട്രൂബിൾസ്, സൈറ്റ്സ്, ഡിക്ഷണറീസ്, വേരിയബിൾസ്, ഡേറ്റ ടൈപ്സ്, കണ്ടീഷണൽസ് തുടങ്ങിയവയൊക്കെ തന്നെ പഠിക്കേണ്ടതായി വരുന്നു. ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള പർച്ചേസ് ചെയ്യുന്ന കോഴ്സുകളോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളോ ലഭ്യമാണ്. യൂട്യൂബിൽ തന്നെ ഇവ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പൈതണിൻ്റെ ബേസിക് തന്നെ പഠിപ്പിക്കുന്ന നിരവധി ചാനലുകൾ കാണാം. അവയെ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് പൈതണിൻ്റെ ബേസിക് പഠിച്ചെടുക്കാവുന്നതാണ്. പൈതൺ ഡെവലപ്പർ ആകുന്നതിനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ DSA അഥവാ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം പഠിക്കുക എന്നതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടതായി വരുന്നത്. നിങ്ങൾക്കൊരു പൈതൺ ഡെവലപ്പർ ആകുന്നതിന് DSA അറിഞ്ഞിരിക്കണം. DSA അറിയാതെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ പൈതൺ ഡെവലപ്പറായി മാറുവാൻ കഴിയുകയില്ല. കൂടാതെ ടോപ്പ് ടെക് കമ്പനികളിലൊക്കെ തന്നെ ജോലി നേടുന്നതിന് DSA അറിഞ്ഞിരിക്കണം. കൂടാതെ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിന് DSA കോൺസെപ്റ്റ് അവരുടെ ജോലികളിൽ വളരെ രീതിയിൽ ഉപകാരപ്പെടുന്നതുമാണ്. DSAയിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അറേസ് ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്, ഹീപ്സ്, സ്റ്റോക്സ്, ക്യൂസ്, ഹാഷ് ടേബിൾസ്, ബൈനറി സെർച്ച് ട്രീസ്, റീഗ്രഷൻ, സോർട്ടിംഗ് അൽഗോരിതംസ് തുടങ്ങിയ നിരവധി കോൺസെപ്റ്റുകൾ DSAയ്ക്കുള്ളിൽ വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ടതായി വരുന്നത് അഡ്വാൻസ് ടോപ്പിക്കുകളാണ് പൈതണുമായി ബന്ധപ്പെട്ടത്. ഇതിൽ ഉൾപ്പെടുന്നത് OOP, ലാംഡാസ്, ഡെക്കറേറ്റേഴ്സ്, ഇറ്റലേറ്റേഴ്സ്, പൈതൺ മൊഡ്യൂൾസ് തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഇവിടെ പഠിക്കേണ്ടതായി വരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് പാക്കേജ് മാനേജർ പഠിക്കുക എന്നതാണ്. പൈതൺ പാക്കേജിനെ ലൊക്കേറ്റ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക, റിമൂവ് ചെയ്യുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾക്ക് പാക്കേജ് മാനേജർ ഉപയോഗിക്കാനുള്ള അറിവ് നിങ്ങളെ സഹായിക്കും. പീപ്പ്, പൈപ്പി തുടങ്ങിയവയാണ് വൈഡ്ലി യൂസ് ചെയ്യുന്ന പാക്കേജ് മാനേജർ ടൂൾസ്. ഇതിൽ നിങ്ങൾക്ക് പീപ്പ് ഫസ്റ്റ് പഠിക്കാവുന്നതാണ്. പൈതൻ്റെ കൂടെ വരുന്നത് കൊണ്ട് തന്നെ എളുപ്പം ഇത് പഠിക്കാൻ. കൂടാതെ ഇതിനെ സംബന്ധിച്ച് നിരവധി റിസോഴ്സസ് ഒക്കെ ഓൺലൈനിൽ ലഭ്യവുമാണ്. അതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തി വേഗം പഠിക്കാവുന്നതാണ്. ഇനി അടുത്തതായി പഠിക്കേണ്ടത് പൈതൺ ഫ്രെയിംവർക്കാണ്. ഇത് പഠിച്ചാൽ നിങ്ങളുടെ പൈതൺ ഡെവലപ്മെൻറ്റ് എന്ന ടാസ്ക് കൂടുതൽ എളുപ്പമാകുന്നു. ഫ്രെയിംവർക്ക് പഠിക്കുന്നതിലൂടെ സ്റ്റാൻഡേർഡ് ഫംഗ്ഷനെ ഓട്ടോമേറ്റഡ് ആക്കുവാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് എവിടെയാണോ മെയിൻ ആപ്ലിക്കേഷൻ ലോജിക്ക് ചെയ്യേണ്ടത് അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുവാൻ കഴിയും. റൊട്ടീനായിട്ടുള്ള എലമെൻസിനെ ഫ്രെയിംവർക്ക് നോക്കിക്കോളും. ഇങ്ങനെയുള്ള നിരവധി ഫ്രെയിംവർക്കുകൾ ലഭ്യമാണ്. ഡിജാങ്കോ, ഫ്ലാസ്ക്, പിരമിഡ്, ഫാസ്റ്റ് API തുടങ്ങിയ നിരവധി ലഭ്യമാണ്. തുടക്കക്കാരാണെങ്കിൽ ഡിജാങ്കോ എന്ന ഇത് പഠിച്ച് തുടങ്ങാവുന്നതാണ്. ഡിജാങ്കോ എടുത്താലുള്ള ഗുണം ഇതൊരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്കാണ്. കൂടാതെ തുടക്കക്കാർക്ക് പഠിക്കാൻ എളുപ്പമുള്ളത് ഡിജാങ്കോയാണ്. ഈ സൂചിപ്പിച്ച സ്കിൽസൊക്കെ തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ നിങ്ങൾക്കൊരു പൈതൺ ഡെവലപ്പർ ആകുവാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് പൈതൺ ഡെവലപ്പർ ആയി ജോലി നേടാൻ വേണ്ടി നിങ്ങൾ നിരവധി പ്രോജക്റ്റുകളിലൊക്കെ തന്നെ ഏർപ്പെടുക. അതൊക്കെ തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്ക് കൂടുതൽ എളുപ്പം എത്തിക്കുന്നതാണ്. ഇത്രയും നേരം വീഡിയോ കണ്ടവർക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. പൈതൺ ഡെവലപ്പർ എന്ന ജോലിക്ക് വേണ്ടത് വിദ്യാഭ്യാസ യോഗ്യതകളെക്കാൾ ഉപരി സ്കിൽസാണ്. ഈ സ്കിൽസ് നേടിയെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസമില്ലെങ്കിലും ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ കഴിയുന്നതാണ്. എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയും സ്കില്ലും കൂടി ചേരുമ്പോൾ നിങ്ങളുടെ തൊഴിൽ സാധ്യത എന്നത് ഡബിളായിട്ട് വർദ്ധിക്കുമെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് +2-ന് ഏത് വിഷയം തിരഞ്ഞെടുക്കാനും ഓപ്ഷൻ ഉണ്ട്. എങ്കിലും ഒരു പൈതൺ ഡെവലപ്പർ ആകാനാണ് ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് +2-ന് സയൻസ് കമ്പ്യൂട്ടർ എടുക്കുന്നതായിരിക്കും നല്ലത്. PCM ഉള്ള വിഷയമാണ്, അഥവാ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയുണ്ട്. അത് എളുപ്പമല്ല. അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ഈ കോഴ്സ് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ ഇതിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പേപ്പറായിട്ട് വരുന്ന ഏതെങ്കിലും മറ്റ് കോഴ്സുകളും എടുക്കാവുന്നതാണ്. +2 കഴിഞ്ഞ് 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന് നിങ്ങൾക്ക് BTech എടുക്കാം, അല്ലെങ്കിൽ
BCA എടുക്കാം. BTech എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടിസ്ഥാനപരമായി വേണ്ടത് സയൻസ് സ്ട്രീമിൽ നിന്നുള്ളവർക്ക് മാത്രമേ BTechലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അതേസമയം നിങ്ങൾ സയൻസ് ഇതര വിഷയങ്ങൾ ചെയ്താണെങ്കിൽ BCAയിലേക്ക് പോകാം. പല യൂണിവേഴ്സിറ്റികളും BCAയിലേക്ക് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് തുടങ്ങിയ ബാക്ക്ഗ്രൗണ്ടുള്ള വിദ്യാർത്ഥികളെ പോലും എടുക്കുന്നുണ്ട്. അതിനാൽ തന്നെ അതിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇതുകൂടാതെ ഡിഗ്രിക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കോഴ്സുകളൊക്കെ തന്നെ എടുക്കാവുന്നതാണ്. അതിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടുത്താം. BVOCൽ നിരവധി കോഴ്സുകൾ ഇങ്ങനെയുണ്ട്. +2വിൽ സയൻസ് എടുത്തവർക്ക് ഇതിലേതെങ്കിലും ഒക്കെ തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ പലപ്പോഴും ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് തുടങ്ങിയ എടുത്തവർക്ക് BCA അങ്ങനെ ഒരു ഓപ്ഷനോ കാണത്തുള്ളൂ. നിങ്ങൾ ഓർക്കുക, ഈ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ് ഇനിയും പറയാൻ പോകുന്നതും. സ്കില്ലാണ് ഈ ജോലിക്ക് അനിവാര്യത. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത BA ഇംഗ്ലീഷ് പഠിച്ചവരും അങ്ങനെ പല ഫീൽഡിൽ നിന്നുള്ളവരും ഇപ്പോൾ പൈതൺ ഡെവലപ്മെൻറ്റിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരെല്ലാം ഇതുപോലെ സ്കില്ല് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഓൺലൈനായിട്ടൊക്കെ പഠിച്ചിട്ടാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഒരു പൈതൺ ഡെവലപ്പർ ആകുവാനുള്ള ആഗ്രഹമാണ്, സ്കില്ലുമാണ് ഈ ജോലിക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഇതൊന്നും പഠിക്കാതെ ഒരു IT ഫീൽഡുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഈ മേഖലയിലേക്ക് ജോലി കണ്ടെത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും.